ഒന്നും തന്നെ പറയാത്തൊരു പുതിയ വാദം അത് ഇന്നത്തെ ദിവസം കോടതിയിൽ ഈ കേതലിന്റെ ഭാഗം അല്ലെങ്കിൽ പ്രതിഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മാനസിക വൈകല്യമുണ്ട് കേതലിന്, അതിനാലാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് അല്ലെങ്കിൽ കൊലപാതകങ്ങൾ നടത്താനുള്ള കാരണം അതായിരുന്നു എന്നുള്ള ഒരു വാദം ഇന്നിപ്പോൾ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ ചോദിച്ച മറുചോദ്യം ഈ ട്രയൽ സമയത്തൊന്നും പറയാതിരുന്ന വാദം അത് കോടതിയിൽ ആവർത്തിക്കുന്നത് അത് കെട്ടിച്ചമച്ച വാദമാണ് അല്ലെങ്കിൽ അത് പൊള്ളയായ വാദമാണ് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ തന്നെ ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളത് കൂടി ഇന്നിപ്പോൾ കോടതിയിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമാണ്. അതായത് 4 പേരിൽ കൂടുതൽ കൊലപ്പെടുത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രോസിക്യൂഷൻ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനെയും അമ്മയെയും സഹോദരിയെയും അതുപോലെ തന്നെ ബന്ധുവായിട്ടുള്ള ഒരു സ്ത്രീയെയും 4 പേരെയാണ് അതിദാരുണമായിട്ട് കേതൽ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ കൊലപ്പെടുത്താനുള്ള കാരണം അതിപ്പോൾ ഈ ഡോക്ടർ പഠനത്തിനൊക്കെ തന്നെ ഫിലിപ്പീൻസിനും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലുമൊക്കെ കേതലിനെ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പഠനം പാതി വഴിയിൽ നിർത്തിയിട്ട് കേതൽ തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ കോഴ്സ് പഠിക്കാൻ താല്പര്യമില്ല, അതിന്റെ വൈരാഗ്യം കൊണ്ടാണ് ഈ അടുത്ത ഏറ്റവും ഉറ്റവരെ കൊലപ്പെടുത്താൻ കേതൽ തയ്യാറെടുത്തത് എങ്കിൽ അത്തരത്തിലൊരു സമീപനം കേതൽ സ്വീകരിച്ചത് എന്തിന്? ഇഷ്ടമില്ലാത്ത കോഴ്സ് അത് മാറി വേറെ കോഴ്സ് പഠിക്കാൻ പോകുന്നതിന് പകരം ഉറ്റവരെ കൊലപ്പെടുത്തിക്കൊണ്ടാണോ അതിനൊരു ആ വൈരാഗ്യം തീർക്കുന്നത് എന്നുള്ള ചോദ്യമാണ് പ്രോസിക്യൂഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ പ്രതി മാനസിക രോഗം അഭിനയിക്കുന്നെന്ന് പ്രോസിക്യൂഷൻ ഇന്നിപ്പോൾ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാനസികാരോഗ്യ വിദഗ്ധനായിട്ടുള്ള മോഹൻ റോയിയുടെ റിപ്പോർട്ട് അടക്കം കോടതിയിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു വാദം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ റിപ്പോർട്ട് പൊള്ളയാണ് എന്നുള്ളതാണ് ഇന്നിപ്പോൾ പ്രതിഭാഗം കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നത്. അത് മോഹൻ റോയിയുടെ റിപ്പോർട്ട് ഒരു വെള്ള പേപ്പറിലാണ് എഴുതി നൽകിയത്. അതിൽ യാതൊരുവിധ വസ്തുതയുമില്ല. ആ റിപ്പോർട്ട് പൊള്ളയാണ് ഉള്ള കാര്യം ഇപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞു. അതായത് മാനസികമായിട്ട് കേതലിന് ഒരു പ്രശ്നവുമില്ല എന്ന് മാനസികാരോഗ്യ വിദഗ്ധന്റെ കൂടി റിപ്പോർട്ടിൽ അല്ലെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധന്റെ റിപ്പോർട്ട് നൽകിയത് അത് പൊള്ളയാണ് എന്നുള്ളത് ഇന്നിപ്പോൾ കോടതിയിൽ വാദിക്കാൻ കഴിഞ്ഞു പ്രതിഭാഗത്തിന് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അരും കൊലയ്ക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ജീവപര്യന്തമാണ് കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. നിരവധി കാര്യങ്ങൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസായിട്ട് നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിന് ഇന്നിപ്പോൾ കോടതി പരിഗണിച്ചത് കൊണ്ടാകാം ഒരുപക്ഷെ ഇത്തരത്തിലൊരു വിധി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. MS, ഇതിൽ 15 ലക്ഷം രൂപ പിഴ എന്ന് പറയുന്നത് അത് ആർക്ക് നൽകണം എന്നതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ശിക്ഷാവിധി സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതേ ഉള്ളൂ. നിലവിൽ ഇപ്പോൾ ശിക്ഷയായിട്ട് ജീവപര്യന്തം തടവും അതുപോലെ തന്നെ 15 ലക്ഷം രൂപ പിഴയും അത് കോടതിയിൽ നൽകണമെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരം എന്നുള്ളത്. എന്തായാലും വധശിക്ഷ കേതലിന് ലഭിക്കും എന്നുള്ളതാണ് തുടക്കം മുതൽ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പ്രോസിക്യൂഷനും ആ ഏറ്റവും വലിയ ശിക്ഷ തന്നെ കേതലിന് നൽകണം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം കേതൽ ഈ 4 പേരെയും അതിദാരുണമായിട്ട് കൊലപ്പെടുത്തുന്നു. 2017 ഏപ്രിൽ 5-നാണ് ആദ്യ കൊലപാതകം കേതൽ നടത്തുന്നത്. അമ്മയെയാണ് ആദ്യമായിട്ട് കൊലപ്പെടുത്തുന്നത്. അത് ഇത്തരത്തിൽ താൻ ഉണ്ടാക്കിയ ഒരു വീഡിയോ ഗെയിം കാണുന്നതിന് വേണ്ടി താഴത്തെ നിലയിൽ നിന്നും 2-ാം നിലയിലേക്ക് അമ്മയെ വിളിച്ചു വരുത്തുകയും റൂമിൽ വെച്ച് മഴ ഉപയോഗിച്ച് വെട്ടി കൊല്ലുകയുമാണ് ചെയ്തത്. അതും ആസൂത്രണം ചെയ്ത് കേതൽ നടത്തിയ കൊലപാതകങ്ങൾ തന്നെയായിരുന്നു ഇത് എന്നുള്ളതാണ്. അന്നത്തെ ദിവസം തന്നെ അച്ഛനെയും സഹോദരിയെയും അമ്മയെ കൊന്ന സമാന രീതിയിൽ കൊലപ്പെടുത്തുന്നു. പിറ്റേന്നാണ് വീട്ടിലേക്ക് വന്ന ബന്ധുവായിട്ടുള്ള ലളിത എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുന്നത്. ഇത് കൊലപ്പെടുത്താൻ നേരത്തെ തന്നെ ആസൂത്രണങ്ങൾ കേതൽ നടത്തിയതിന് തെളിവുകൾ അന്വേഷണ സംഘത്തിനും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കുകയും ചെയ്തതാണ്. കാരണം മഴ ഉൾപ്പെടെ ഓൺലൈനായിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കൂടാതെ തന്നെ കൊലപാതകം നടത്തുന്നത് സംബന്ധിച്ചുള്ള സെർച്ചുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം അത്തരത്തിലുള്ള സെർച്ചുകൾ കേതൽ നടത്തിയതിനുള്ള ശാസ്ത്രീയ തെളിവുകളും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ ഈ കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം അച്ഛനെയും അമ്മയെയും സഹോദരിയുടെയും മൃതദേഹങ്ങൾ കത്തിക്കാനുള്ള ശ്രമം കേതൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ശ്രമത്തിനിടയിലാണ് ഈ പുറം ലോകം ഈ വാർത്ത അറിയുന്നത്. നാട്ടുകാർ ഈ വാർത്ത ഈ കത്തിക്കാനുള്ള ഈ ശ്രമം അത് നാട്ടുകാർ കാണുന്നു. അത് ഫയർഫോഴ്സിനെ അറിയിക്കുന്നു. പിന്നെ പോലീസൊക്കെ എത്തി ഈ ദാരുണമായിട്ടുള്ള വിവരം പൊതുലോകം അറിയുന്നത് അങ്ങനെയാണ്. അതിനുശേഷം ഈ ലളിത എന്ന് പറയുന്ന സ്ത്രീയുടെ മൃതദേഹം അത് വെട്ടിനുറുക്കി ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച നിലയിലാണ് ഈ പോലീസ്
പോലീസിനുൾപ്പെടെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ അതിദാരുണമായിട്ട് 4 പേരെ കൊലപ്പെടുത്തിയതിന് ശേഷം കേതൽ അവിടെ നിന്ന് മടങ്ങുന്നുണ്ട്. ചെന്നൈയിലേക്ക് കേതൽ മടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മടങ്ങുമ്പോഴും പണവും സ്വർണവും തന്റെ പണവും വസ്ത്രങ്ങളും അതുപോലെ തന്നെ തന്റെ ID കാർഡും ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് കേതൽ ചെന്നൈയിലേക്ക് മടങ്ങുന്നത്. അത്തരത്തിൽ കൃത്യമായിട്ട് ആസൂത്രണം നടത്തി കേതൽ നടത്തിയ കൊലപാതകമാണ്. ഈ ചോദ്യം ചെയ്യൽ സമയത്ത് ഒന്നും തന്നെ കേതലിന് മാനസിക വൈകല്യമുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വിചാരണ സമയത്താണ് മാനസിക വൈകല്യമുണ്ട്, ആ മാനസിക വൈകല്യമാണ് ഈ കൊലപാതകത്തിലേക്ക് കേതലിനെ നയിച്ചത് എന്നുള്ളത് പ്രതിഭാഗം പറയുന്നു. പക്ഷേ മാനസിക വൈകല്യമുള്ള ഒരു വ്യക്തി ഇത്രത്തോളം കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് എങ്ങനെയാണ് 4 പേരെ കൊലപ്പെടുത്തുന്നത് എന്നുള്ള ചോദ്യമാണ് പ്രോസിക്യൂഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആ കൊലപ്പെടുത്തുന്നതിന് മുൻപ് ആസൂത്രണം നടത്തി കൃത്യമായിട്ട് 4 കൊലപാതകങ്ങൾ നടത്തുന്നു. ആ കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം കൃത്യമായിട്ട് ഈ ചെന്നൈയിലേക്ക് മടങ്ങുന്നു. ഇതുവരെ എല്ലാം വെൽ പ്ലാൻഡ് ആയിരുന്നു എന്നുള്ളതാണ്. മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാൾക്ക് ഇത്രത്തോളം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൊലപാതകങ്ങൾ നടത്താൻ കഴിയില്ല എന്നുള്ളത് പ്രോസിക്യൂഷന് കോടതിയിൽ വാദിക്കാൻ കഴിഞ്ഞു. പക്ഷേ പ്രതിഭാഗം ഏറ്റവും പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ചത് ഈ പരമാവധി ശിക്ഷ നൽകുന്നത് മാറ്റിവെക്കണം, അതായത് പ്രതിയുടെ പ്രായം കണക്കിലെടുക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നിപ്പോൾ കോടതിയിൽ പ്രതിക്ക് മാനസികമായിട്ട് വൈകല്യമുണ്ട്, അതില്ല എന്ന് ചൂണ്ടിക്കാട്ടി വാദിഭാഗം നൽകിയ റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നൽകിയ റിപ്പോർട്ട് അത് അവാസ്തവമാണ് എന്നുള്ളത് ഇന്നിപ്പോൾ പ്രതിഭാഗം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാനസിക വൈകല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകങ്ങൾ കേതൽ നടത്തിയത് എന്നൊരു പക്ഷെ തെളിയിക്കാൻ ഇന്ന് പ്രതിഭാഗത്തിന് കോടതിയിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസായിട്ട് നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിനെ കോടതി പരിഗണിച്ചു. ആ പരിഗണിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ജീവപര്യന്തം തടവും പിഴയും എന്നതിലേക്ക് ഈ ശിക്ഷ ചുരുങ്ങിയിരിക്കുന്നത് എന്നുള്ളത് തന്നെ വേണം മനസ്സിലാക്കാൻ. 4 പേരെ കൂടുതൽ അതിലധികം കൊലപാതകങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് നടക്കുന്ന സംഭവമാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ 2017 ഏപ്രിൽ 5-നും 6-നുമായിട്ട് നടന്ന കൊലപാതകങ്ങളിൽ, നന്ദൻകോട് കൂട്ടക്കൊലപാതകങ്ങളിൽ, കേരളീയ നാടിനെ തന്നെ ആകെ ഞെട്ടിച്ച കൊലപാതകത്തിൽ ഇന്ന് തിരുവനന്തപുരം അഡീഷണൽ 6ാം സെഷൻസ് കോടതി ഏകപ്രതിയായിട്ടുള്ള കേതൽ ജിൻസൺ രാജയ്ക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നു. ജീവപര്യന്തം തടവും അതുപോലെ തന്നെ 15 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ശരി, തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രിയാണ്. നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം ശിക്ഷയും 15 ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്ന വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മാതാപിതാക്കളെയും സഹോദരിയെയും ഉൾപ്പെടെ 4 പേരെ നന്ദൻകോട്ടെ വസതിയിൽ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് 34 വയസ്സുള്ള യുവാവാണ് കേഡൽ ജിൻസൺ രാജ. ഈ കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവും 15 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നു. 6ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി കെ വിഷ്ണുവാണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി മുൻപേ തന്നെ കണ്ടെത്തിയിരുന്ന കാര്യം ഓർമ്മിക്കുക. അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ട് പരിഗണിച്ച് പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അതിന് പകരം ജീവപര്യന്തം തടവും പിഴയുമാണ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. ഈ കേസിൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് പുറമെ വിധിച്ചിരിക്കുന്ന പിഴത്തുകയായ 15 ലക്ഷം രൂപ കേസിലെ സാക്ഷിയായിട്ടുള്ള അമ്മാവൻ ജോസ് സുന്ദരത്തിന് നൽകാനാണ് കോടതി വിധിച്ചിരിക്കുന്നത്. കേഡലിൻ്റെ അമ്മയുടെ സഹോദരനായ ജോസ് സുന്ദരം ഇവരുടെ വീടിൻ്റെ അടുത്തുള്ള 4 സെന്റ് സ്ഥലവും വീടും കേഡലിൻ്റെ അമ്മയ്ക്ക് എഴുതി നൽകിയിരുന്ന കാര്യം ഓർമ്മിക്കുക. ഇപ്പോൾ ആരാലും സഹായമില്ലാതെ ചക്രക്കസേരയിൽ കഴിയുന്ന ജോസിന് 15 ലക്ഷം രൂപ പിഴത്തുക നൽകാനാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതിയുടെ പ്രായം പരിഗണിക്കണം, മാനസിക വൈകല്യമുണ്ട്, യുവാവാണ് എന്നൊക്കെ പ്രതിഭാഗം ആവശ്യപ്പെട്ടു. എന്നാൽ മാനസിക രോഗമുള്ള ഒരാൾ എങ്ങനെ 3 പേരെ കത്തിച്ചു കൊല്ലും എന്ന് പ്രോസിക്യൂഷൻ തിരിച്ചു ചോദിക്കുകയുണ്ടായി. ആരോടും സഹകരിച്ചില്ല എന്നത് മാനസിക രോഗമാണ് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് വിശകലനം ചെയ്യാനോ വ്യാഖ്യാനിക്കാനോ കഴിയില്ല. ജന്മം നൽകിയ അമ്മ ഒരു ഭാഗത്ത്, രക്തബന്ധമുള്ള സഹോദരി മറുഭാഗത്ത്. ഇവരെ എങ്ങനെ കൊല്ലാൻ സാധിക്കും? കേഡൽ പുറത്തിറങ്ങിയാൽ വീണ്ടും ഇത്തരം പ്രവൃത്തികൾ ചെയ്യില്ല എന്ന ഉറപ്പ് നൽകാൻ ആർക്ക് കഴിയും? പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരുന്നു ഇത്.
കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ,